കുട്ടിക്ക് ഞാനുണ്ടാക്കിയ കട്ട്ലേറ്റ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാൻ ചിക്കനും ഉള്ളിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങും വേവിച്ചിട്ടുണ്ട്. അത് ആവി പോകുന്നത് നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് വേവിച്ചിട്ടുണ്ട്. ഇതൊക്കെ പൊടിച്ചെടുക്കണം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല ചൂടുണ്ട്. ചൂട് തന്നതിന് ശേഷം ഇതെല്ലാം പൊടിച്ചെടുക്കണം കേട്ടോ ഗൈസ്. പാറക്കുട്ടി അറിയാണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പാറക്കുട്ടി ഇപ്പോൾ ട്യൂഷന് പോയതാണ്. ഈവനിങ്ങിലേക്കാണ്. പക്ഷേ ഞാൻ ഇപ്പോഴേ ഇതൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. അവൾ അറിയരുത്. അവളെ ഫേവറേറ്റ് ആണ്. അത് ഞാൻ ഉണ്ടാക്കുന്ന കട്ട്ലേറ്റാണ് ഏറ്റവും ഇഷ്ടം. ചൂടാ. അപ്പം ഞാൻ അങ്ങനെ മിക്സ് ചെയ്ത് വെക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇതാ ബ്രെഡിന് പൊടിയും അതുപോലെ എഗ്ഗിൻ്റെ ഇതുമാണ് കേട്ടോ. അതെടുത്ത് വന്നപ്പോൾ ഈ പാറക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട്. പാറക്കുട്ടി അത് രണ്ടും ഉള്ളൂ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഇവിടെ എന്താണത്? യെസ് ഗൈസ്, ഇതാണ് എൻ്റെ കട്ട്ലേറ്റ്. ആരും ഉണ്ടാക്കാത്ത വെറൈറ്റി മോഡൽ കട്ട്ലേറ്റ്. എല്ലാവരും ഉണ്ടാക്കും, പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ല. കളറൊന്നും ഇങ്ങനെ ആയിരിക്കില്ല. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. വെറുതെ പറയല്ല. കോഴിമുട്ട, ബ്രെഡിൻ്റെ പൊടിയൊക്കെ സാധനങ്ങൾ ഇതാട്ടോ. പക്ഷേ ഇത് ടേസ്റ്റാണ്. പാറക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സർപ്രൈസ് പൊളിക്കാൻ വേണ്ടി അവൾ നടന്നില്ല, കാരണം അവൾ എണീറ്റ് പോയി. ഉണ്ടാക്കിയ കട്ട്ലേറ്റ് ആണ് കേട്ടോ അത്. പാറസ് ടേസ്റ്റ് ഒക്കെ അങ്ങനെ ഉണ്ടെന്ന്. സർപ്രൈസ് പൊളിഞ്ഞ്. അപ്പം ഞാൻ ഉണ്ടാക്കിയ കട്ട്ലേറ്റ് ആണിത്. അത് നല്ല അടിപൊളി കട്ട്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു കട്ട്ലേറ്റ് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. പൊളി ടേസ്റ്റാണ്.